അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. അംബേദ്കർ മറ്റു മതങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നതാണ് ചോദ്യം. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. ശ്രീ ശ്യാംകുമാർ പറഞ്ഞു വേണമെങ്കിൽ എന്നാൽ അങ്ങ് ഖുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം അന്ന് തീരുമാനിച്ചത്, മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. തന്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് രാജനീതിയാണ്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ശരിയാണ്. ഒരു ഭരണാധികാരിക്ക് തന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ. ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, രാമന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മനോരമയാണ്. ജീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമയെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇയാള് പോയില്ലേ? ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നില്ല. എന്നിട്ടോ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.